കേരളത്തിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബൊട്ടീക്ക് അല്ലേ. അപ്പോൾ ഇത്തരത്തിലൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഒരു ബൊട്ടീക്ക് തുടങ്ങുന്നതിന് വിജയകരമായിട്ടുള്ള കുറച്ച് ടിപ്പ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു നതാങ്കി. ഇത്തരം ഇൻഫോർമേഷൻസിന് നതാങ്കി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാർഗറ്റ് ഓഡിയൻസ്. പല ആളുകളും ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ ടാർഗറ്റ് ഓഡിയൻസ്. ആരാണ് ഈ ടാർഗറ്റ് ഓഡിയൻസ്? എങ്ങനെയാണ് ഈ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുന്നത്? നിങ്ങളുടെ ബ്രാൻഡ് ആർക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, ഏത് ജെൻഡറിലുള്ളവരാണ്, പിന്നെ അവരുടെ താല്പര്യം എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. എക്സാമ്പിൾ പറയുമ്പോൾ ഒരു 20 മുതൽ 30 വയസ്സ് ഉള്ളവരാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ ടേസ്റ്റിനും അവരുടെ പ്രായത്തിനും അനുസരിച്ചുകൊണ്ട് മാർക്കറ്റിലുള്ള ട്രെൻഡിങ് ഡിസൈൻ കൊണ്ടുവന്ന് മാത്രം ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ലൊക്കേഷൻ. എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാവും. സെലക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെലക്ഷൻ. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫാബ്രിക്കോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് സ്യൂട്ടാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അത് നിറത്തിലോ അല്ലെങ്കിൽ നമ്മളെ ട്രെൻഡിങ്ങിലുള്ള ഫാബ്രിക്കിലോ അല്ലെങ്കിൽ ട്രെൻഡിങ് സ്റ്റിച്ചിങ്ങിലോ ഡിസൈനിലോ ഒക്കെ നമുക്ക് കൊണ്ടുവരാവുന്നത്. ഇത്തരത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് പൂട്ടിക്കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇവയെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് കാണുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുക. അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു സെലക്ഷൻ ഓപ്പർച്യൂണിറ്റി തന്നെ നമുക്ക് നൽകാൻ കഴിയും. കസ്റ്റമൈസേഷൻ. നമ്മളെല്ലാവരും മറ്റുള്ളവരിന് വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ്. അതെ, അപ്പം നമ്മുടെ കസ്റ്റമറിനെ ഹാപ്പി ആക്കുന്ന രീതിയിൽ അവർക്കൊരു മേക്ക് ഓവർ ചെയ്തുകൊണ്ട് അവരുടെ ലുക്ക് മാറ്റിയെടുക്കുക. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പല ബൊട്ടീക്സും പല ക്ലോത്തിങ് ബ്രാൻഡും എന്തുകൊണ്ട് തകരുന്നു എന്നതിന് മെയിൻ കാരണമാണ് കസ്റ്റമൈസേഷൻ. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ ഇല്ലാത്തത് കൊണ്ട്, അതായത് സ്വന്തം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാത്തത് കൊണ്ടാണ് പല ബിസിനസ്സുകളും ഫ്ലോപ്പ് ആവുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസേഷനിൽ ശ്രദ്ധിക്കുക, അതിൽ മെയിൻലി നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഫൈനൽ പോയിന്റ്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മെറ്റ ആഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിക്കും. അത് എത്തിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്, നല്ല പുത്തൻ ഡിസൈൻ എല്ലാം കൊണ്ട് എത്തിച്ചാൽ മാത്രമേ നമുക്ക് പ്രീമിയം കസ്റ്റമേഴ്സിനെ ലഭിക്കുകയുള്ളൂ. അതിലൂടെ നമുക്കൊരു ട്രസ്റ്റഡ് കസ്റ്റമേഴ്സിനെയും കൂടെ ലഭിക്കും. അത്തരത്തിലൂടെ നമ്മുടെ ഡെഡ് സ്റ്റോക്ക് വരാതെ എല്ലാവരിലേക്കും നമ്മുടെ പ്രോഡക്റ്റ് എത്തുകയും വളരെയധികം നമ്മുടെ ബിസിനസ് ഗ്രോ അപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മെയിൻലി 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറക്കാതെ നടാങ്കി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.